നാളെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനിരിക്കെ നാടകീയ നീക്കവുമായി PV അൻവർ MLA. ചെന്നൈയിലെത്തിയ PV അൻവർ DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരം. ഇതോടെ PV അൻവർ DMKയുടെ ഭാഗമാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. PV അൻവറിന്റെ അനുയായികൾ സമൂഹമാധ്യമങ്ങളിൽ MK സ്റ്റാലിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചതും അഭ്യൂഹങ്ങൾ ശക്തമാക്കി. നാളെ മഞ്ചേരിയിൽ നിശ്ചയിച്ച നയവിശദീകരണത്തിൽ മാറ്റമില്ല എന്ന് PV അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. 6-ാം തീയതി വൈകുന്നേരം മഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന നയ വിശദീകരണ യോഗം മാറ്റിവെച്ചതായി ചില കുപ്രചരണങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. നാളത്തെ പരിപാടിയിൽ ഒരു മാറ്റവുമില്ല. ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഉയർത്തിയ വിഷയങ്ങൾ കേരള ജനത സഗൗരവം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഈ മൂവ്മെന്റിനെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നേർക്കുനേരെ തോൽപ്പിക്കാൻ കഴിയാത്തതിന് വളഞ്ഞ വഴി ഉപയോഗിച്ചുകൊണ്ട് നാളത്തെ പരിപാടിയിലെ ജനസാന്നിധ്യം കുറക്കാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിന്റെ കൂടെ ഭാഗമാണ് ഈ രീതിയിലുള്ള പ്രചരണം എന്ന് ബഹുമാനപ്പെട്ട കേരളത്തിലെ ബഹുമാന്യരായ ജനസമൂഹം മനസ്സിലാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. വിവരങ്ങളുമായി വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. വിപിൻ സി വിജയൻ, കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ വിവാദം, മുഖ്യമന്ത്രിയുമായുള്ള പരസ്യപോര്, CPIM-ഉമായുള്ള പോര്, അതിനൊക്കെയിടയിൽ പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നുവെന്ന പ്രഖ്യാപനം, ഇപ്പോൾ DMK നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അൻവറിന്റെ മനസ്സിൽ എന്താണ് വിപിൻ സി വിജയൻ? റിജിത്തെ, നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ PV അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വങ്ങളെല്ലാം തമ്മിൽ ഒരു നെക്സസ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കുറെ ദിവസങ്ങളായി തന്നെ PV അൻവർ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതാ DMK-യുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇന്ന് പുലർച്ചെയാണ് PV അൻവർ ചെന്നൈയിലേക്ക് പോയത് എന്നുണ്ടെങ്കിലും ഇന്നലെ തന്നെ PV അൻവറിന്റെ മകൻ റിസ്വാൻ ചെന്നൈയിലേക്ക് എത്തിയിരുന്നു. അവിടെ വെച്ച് മന്ത്രിയും അതുപോലെ തന്നെ MK സ്റ്റാലിന്റെ വിശ്വസ്തനുമായിട്ടുള്ള സെന്തിൽ ബാലാജി ആയി ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ ചർച്ചയ്ക്ക് ശേഷം ഇന്നിപ്പോൾ PV അൻവറും ചെന്നൈയിലേക്ക് എത്തുന്നു. കൂടുതൽ കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ PV അൻവറിന്റെ മകൻ കൂടി ഈ രാഷ്ട്രീയ കളത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. അത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു നീക്കമായിട്ട് തന്നെ വേണം വിലയിരുത്താൻ. ഒപ്പം തന്നെ സംസ്ഥാന നേതാക്കളായിട്ടാണ് ഇപ്പോൾ ചർച്ച നടത്തിയിരിക്കുന്നത്. അപ്പോൾ DMK മുന്നണിയുടെ ഭാഗമാവുകയാണോ PV അൻവർ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഒരു നീക്കമുണ്ടോ, അതോ നാളത്തെ പൊതുസമ്മേളനത്തിലേക്ക് അവരെ ക്ഷണിക്കുക എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇക്കാര്യങ്ങളിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. നാളെ 8:30 വാർത്താ സമ്മേളനം PV അൻവർ വിളിച്ചിട്ടുണ്ട്. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി അദ്ദേഹം ചെന്നൈയിൽ നിന്ന് മടങ്ങിയെത്തുമെന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ MK സ്റ്റാലിനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള ശ്രമം കൂടിയാണ് നിലവിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരം നിലവിൽ പുറത്തു വരുന്നുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന PV അൻവർ CPM-ഉമായും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായും ഒക്കെയുള്ള വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് കടന്നിരുന്നു. ഇനി എന്തായിരിക്കും PV അൻവറിന്റെ ഭാവി എന്നുള്ള ഒരു ചോദ്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് താൻ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് വളരെ അപ്രതീക്ഷിതമായി തന്നെ അൻവറിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ചലനം നടത്തിയിരിക്കുന്നത്. അതായത് DMK-യുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നതാണോ ഇനി മനസ്സിൽ എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ്. ഒപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തുകയും മത്സരിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് PV അൻവർ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ DMK മുന്നണിയുടെ ഭാഗമായി കേരളത്തിൽ അതൊരു സ്വതന്ത്രമായി തന്നെ നിൽക്കാനാണോ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ടുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ തന്നെയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ വന്യജീവി ശല്യം ആണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന താൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. അത് മലയാളികളെ മാത്രമല്ല, ഈ ഇപ്പോൾ വഴിക്കടവ് പ്രദേശങ്ങളിലായാലും ഇടുക്കി അടക്കമുള്ള പ്രദേശങ്ങളിലായാലും കോഴിക്കോടായാലും ഒക്കെ മലയോര ജനത അനുഭവിക്കുന്ന വലിയ പ്രയാസമാണ്. അവിടെ എത്തിയിട്ടുള്ള തമിഴ് ആളുകൾ കൂടി അനുഭവിക്കുന്ന വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ്. ഇതൊക്കെ മുന്നോട്ട് കൂടി വയ്ക്കുക. അതുപോലെ തന്നെ നിലമ്പൂരിന്റെ ഒരു പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അൻവറിന്റെ തുടർ രാഷ്ട്രീയ നീക്കം എന്ത് എന്നുള്ള കാര്യം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. DMK നേതാക്കളുമായി മുതിർന്ന നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് പുതിയ അഭ്യൂഹങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. DMK മുന്നണിയുടെ ഭാഗമാകാൻ PV അൻവർ ഒരുങ്ങുന്നു എന്നുള്ള ചോദ്യം, അതിനുള്ള ഉത്തരം എന്തായാലും നാളെ ഉണ്ടാകും എന്ന് കരുതാം. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന്. PR ഏജൻസി വിവാദത്തിലെ ചർച്ചകൾക്ക് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തടയിട്ട് ബിനോയ് വിശ്വം. വിവാദം ചർച്ച ചെയ്യണമെന്ന് ഇന്നലെ ചേർന്ന യോഗത്തിൽ V ചാമുണ്ണിയാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ബിനോയ് വിശ്വം ഈ ആവശ്യം തള്ളുകയായിരുന്നു. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്താണ് CPIയിലെ ചർച്ചകൾ? ബിനോയ് വിശ്വത്തിനെതിരെയും വിമർശനമുയർന്നു. വിശദാംശങ്ങൾ എങ്ങനെ ഷഫീദ്? റിജിത്ത, മുഖ്യമന്ത്രിയും സർക്കാരിനെയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന PR വിവാദം അത് CPM സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു. PR ഇല്ല എന്ന ഒറ്റ വാക്കിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ
CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് പോലും വഴിയൊരുങ്ങിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ PR വിഭാഗത്തിലെ ചർച്ചകൾക്ക് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തടയിട്ടത് ബിനോയ് വിശ്വമാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവാദം ചർച്ച ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് വി ചാമുണ്ണിയാണ്. എന്നാൽ ഈ ആവശ്യം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തള്ളി. എക്സിക്യൂട്ടീവിൽ മറുപടി പ്രസംഗത്തിലും സെക്രട്ടറി PR വിവാദം പരാമർശിച്ചതേയില്ല. വിവാദം ചർച്ചയ്ക്കെടുക്കാത്തതിൽ നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുമുണ്ട്. റിജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി നിർണായക യോഗം വിളിച്ച് CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി. തിങ്കളാഴ്ച ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കും. മുൻ MLA UR പ്രദീപിനാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻഗണന. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട്. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ കളത്തിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്നു CPIM. ചർച്ചകൾ എങ്ങനെയാണ്? ഉയർന്നു വരുന്ന പേരുകൾ, അതിൻ്റെ മുൻഗണനാ പട്ടിക ഏത് തരത്തിലാണ്? അതിനിർണായകമായ രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സൂരജ് സജി. TK, അടുത്ത ആഴ്ച ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥികൾ സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് കടക്കാനിരിക്കെയാണ് നിർണായകമായ യോഗം. അത് തൃശൂർ ജില്ലാ കമ്മിറ്റിയും വിളിച്ചു ചേർത്തിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്തുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിൽ ചേലക്കരയിലെ സ്ഥാനാർത്ഥി ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഒരുങ്ങുമ്പോൾ അവിടുത്തെ മുഖ്യ സ്ഥാനാർത്ഥിയായി ആരെത്തണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്കാണ് CPIM കടക്കുന്നത്. മുൻ MLA കൂടിയായ UR പ്രദീപിനെയാണ് ഈ പട്ടികയിൽ പ്രധാനമായും പരിഗണിക്കുന്നത്. UR പ്രദീപിനെ സംബന്ധിച്ച് നേരത്തെ MLA ആയിരുന്ന സമയത്ത് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ K രാധാകൃഷ്ണൻ പോലൊരു ജനകീയനായ നേതാവ് ഇവിടെ നിന്ന് മാറുമ്പോൾ അദ്ദേഹത്തിന് പിന്മുറക്കാരനായി എത്താൻ എന്തുകൊണ്ടും ജനങ്ങളുമായി അടുത്ത ബന്ധമുള്ളയാളാണ് UR പ്രദീപ് എന്ന തരത്തിലാണ് CPIM UR പ്രദീപിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള PK ബിജു, അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള TK വാസു, ഇവരെയും ഇവിടെ പരിഗണിക്കുന്നു. മുൻപ് ആലത്തൂർ MP ആയിരുന്നു PK ബിജു. TK വാസുവിനെ സംബന്ധിച്ചാൽ ഈ കർഷക തൊഴിലാളി സംഘടനകളടക്കം, അതോടൊപ്പം തന്നെ ഈ പട്ടികജാതി സംഘടനകളുടെ എല്ലാം മുന്നണി പോരാളിയായി ഏറെക്കാലം ഈ മേഖലയിൽ പ്രവർത്തിച്ച ആളാണ് TK വാസു. അങ്ങനെ ഇവരെ കൂടി ഈ പട്ടികയിലേക്ക് പരിഗണിക്കുന്നു. പക്ഷേ ഇതിൽ പ്രധാനമായും UR പ്രദീപിന് തന്നെയായിരിക്കും ഏറെ സാധ്യത ഈ മണ്ഡലത്തിൽ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിർണായകമായ ചർച്ചകളിലേക്ക് CPIM കടക്കുന്നു. തിങ്കളാഴ്ച ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ആരായിരിക്കണം LDFന്റെ സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്കും കടക്കുന്നു. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്ന്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചെന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച K സുന്ദര. പ്രോസിക്യൂഷൻ ആവശ്യത്തിന് തെളിവുകൾ ശേഖരിച്ചില്ല. ഇപ്പോൾ ഒരു ജോലിയുണ്ടെന്നും ഇനി നിയമപരമായി മുന്നോട്ടു പോകാനില്ല എന്നും K സുന്ദര 24നോട് പറഞ്ഞു. BSP സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരയെ ഭീഷണിപ്പെടുത്തിയും പണം നൽകിയും പത്രിക പിൻവലിപ്പിച്ചു എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെതിരായ കേസ്. അരുൺ പാറക്കലിന്റെ റിപ്പോർട്ടിലേക്ക്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് സമയത്ത് BSP സ്ഥാനാർത്ഥിയായിരുന്ന K സുന്ദരിയെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും സംഘവും തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ച് പണം നൽകി എന്നായിരുന്നു ആ കേസുണ്ടായിരുന്നത്. K സുന്ദര ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുകയാണ്. K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു ഈ വിധിയോട്? അത് കോടതിയുടെ നിയമമല്ല, എനിക്ക് പറയാൻ പറ്റില്ല. കോടതി അങ്ങനെ ചെയ്തതിന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഈ കേസിലൊരു ഒത്തുതീർപ്പുണ്ടായി, പ്രോസിക്യൂഷൻ വേണ്ട രീതിക്കുള്ള രേഖകളൊന്നും ഹാജരാക്കിയില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അത് ഇത് നമ്മളെ ക്രൈം ബ്രാഞ്ചിൻ്റെ പോലീസിന് മിസ്റ്റേക്ക് ആയിട്ടുണ്ടാവും. പോലീസിൻ്റെ വീഴ്ച പറ്റിയെന്നാണ് പറയുന്നത്. വീഴ്ച പറ്റിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ആ റെക്കോർഡെല്ലാം ക്ലിയർ ഉണ്ടെങ്കിൽ അങ്ങനെ ആവാൻ പാടില്ലല്ലോ. K സുരേന്ദ്രൻ സമർപ്പിച്ച ജാമ്യാപേക്ഷയെ പോലും പ്രോസിക്യൂഷൻ ആദ്യഘട്ടത്തിൽ എതിർത്തിട്ടില്ല. എന്തെങ്കിലും ഇതുണ്ടാവും, എന്ത് പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്ത് പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചു വിശ്വസിക്കുന്നു, പിന്നെ വിശ്വസിക്കാതെ പിന്നെ എന്താ അങ്ങനെ ആവാൻ പാടില്ലല്ലോ. താങ്കൾ ഇനിയിപ്പോൾ എന്താണ് അടുത്ത നിയമ നടപടി? നമുക്ക് ഇപ്പോൾ ഇവിടെ പണിയുണ്ടല്ലോ, മതി. പിന്നെ എന്താക്കുന്നത്, ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. നോക്കണം പിന്നെ എങ്ങനെ ചെയ്യുന്നു ഗവൺമെൻറ് എങ്ങനെ ഇതാക്കുന്നു നോക്കട്ടെ, അത്രയും പറയാൻ പറ്റൂ. അത്ര K സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയ വിധി ഞെട്ടലുണ്ടാക്കിയെന്ന് മഞ്ചേശ്വരം MLA AK മഷറഫ്. പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. കേസ് പരാജയപ്പെട്ടതിന് പിന്നിൽ BJP CPIM ബന്ധം. കേസിൽ ലീഗ് നിയമ നടപടി സ്വീകരിക്കുമെന്നും AK മഷറഫ് 24നോട് പറഞ്ഞു. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്. അരുൺ, വിശദാംശങ്ങൾ. അരുൺ. റിജിത്ത്, K സുരേന്ദ്രനെ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗ് മഞ്ചേശ്വരം MLA ആയ AK അഷ്റഫിന്റെ പ്രതികരണം വന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട CPIM-ഉം അതുപോലെ തന്നെ BJP-യും ഒത്തുകളിച്ചു എന്നാണ് പ്രധാനമായി ഉയരുന്ന ആരോപണം. വേണ്ട രീതിയിലുള്ള
വേണ്ട രീതിയിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. മാത്രമല്ല, ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലും പോലീസിന് കൃത്യമായ ഒരു വീഴ്ച പറ്റി. ഇത് ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമാണ് എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ആരോപിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കും. അതിനുവേണ്ടി അത്തരത്തിലുള്ള നിയമ നടപടികൾ എങ്ങനെയാണ് പോകേണ്ടതെന്ന് എന്നതിനു വേണ്ടി നേതാക്കളുമായി ആലോചിക്കുമെന്നും AK അഷ്റഫ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് MLA തീരുമാനം. റീജിത്ത്. ശരി, അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അവസാന മണിക്കൂറിലേക്ക്. 3 മണിവരെ 49% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് കണക്ക്. ഒറ്റഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 90 മണ്ഡലങ്ങളിലായി 1031 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഇന്ന് വൈകിട്ട് ഹരിയാന ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരും. ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് വിനീത VG വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ഹരിയാനയിലെ വോട്ടെടുപ്പ് പൂർത്തിയാവുന്നതോടുകൂടി ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ്. ജമ്മുകശ്മീരിലെയും ഹരിയാനയിലെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തായിരിക്കുമെന്നുള്ളത്. ജമ്മുകശ്മീരിന്റെ കാര്യത്തിൽ നമുക്കറിയാം, പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ ആര് എന്നുള്ള ചോദ്യം. ഹരിയാനയിലാണെങ്കിൽ തുടർഭരണം പ്രതീക്ഷിക്കുന്നുണ്ട് BJP. പ്രതിപക്ഷവും വലിയ പ്രതീക്ഷയിലാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഹരിയാനയിലെ വോട്ടെടുപ്പ് അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ, വിനീത? തീർച്ചയായും റിജിത്ത്, ഞാൻ ഇപ്പോഴുള്ളത് ഹരിയാനയിലെ ഫരീദാബാദിലെ പോളിംഗ് ബൂത്തിലാണുള്ളത്. ഇത് അശോക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളാണ്. 6 പോളിംഗ് സ്റ്റേഷനുകളാണ് ഇതിനുള്ളത്. അവസാന മണിക്കൂറിലും ഏതാണ്ട് സൂചിപ്പിച്ചതുപോലെ ഇനി അരമണിക്കൂർ മാത്രമേ സമയമുള്ളൂ. അപ്പോഴും ആളുകൾ എത്തുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ആളുകൾ എത്തി അവരുടെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് ഉൾപ്പെടെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ഇപ്പോഴും ഉള്ളിൽ തന്നെയാണുള്ളത്. ഇതിനോടകം തന്നെ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുന്ന കണക്കനുസരിച്ച് 49.13% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻ വർഷം, അതായത് കഴിഞ്ഞ തവണ 68% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഏതാണ്ട് മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് പോളിംഗ് ഈ ഘട്ടത്തിലും പുരോഗമിക്കുന്നത്. കാരണം ഈ പ്രചരണത്തിന്റെയൊക്കെ അവസാന നാളുകളിൽ വാശിയേറിയ പ്രചരണമാണ് ഹരിയാനയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. BJPക്കായി മുതിർന്ന നേതാക്കൾ, പ്രധാനമന്ത്രി അടക്കം ഹരിയാനയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കോൺഗ്രസിനായി എത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രചരണമൊക്കെ തന്നെ നമുക്ക് ഈ വോട്ടെടുപ്പിലും ഈ പോളിംഗിലും കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് 49% പോളിംഗ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 60% പോളിംഗ്, മെച്ചപ്പെട്ട പോളിംഗ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ മെച്ചപ്പെട്ട പോളിംഗ് പ്രധാനമായും കോൺഗ്രസും BJPയും അവർക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. വീണ്ടും ഹരിയാനയിൽ BJPയുടെ തുടർഭരണം ഉണ്ടാകുമെന്നാണ് നയാബ് സിംഗ് സൈനി, മുഖ്യമന്ത്രി കൂടിയായ നയാബ് സിംഗ് സൈനി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ മനോഹർ ലാൽ ഖട്ടറും അത്തരമൊരു അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഹരിയാന തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസും രംഗത്തുണ്ട്. ആം ആദ്മി പാർട്ടിയും ഒപ്പം തന്നെ കഴിഞ്ഞ മന്ത്രിസഭയുടെയൊക്കെ ഭാഗമായിരുന്ന JJPയും ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരരംഗത്തുണ്ടാവുന്നത്. മത്സരരംഗത്ത് സജീവമായിട്ടുള്ള പ്രചരണമാണ് ഇരു പാർട്ടികളും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇരു പാർട്ടികൾക്കും ലഭിക്കുന്ന വോട്ടുകൾ അതൊരു പക്ഷേ കോൺഗ്രസിനെയും ഒപ്പം തന്നെ BJPയും സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാകുന്ന വോട്ടുകൾ കൂടിയാണ്. ജാട്ട് വിഭാഗം, കർഷകർ ഉൾപ്പെടെയുള്ള വലിയ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളുണ്ട് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം ഏറ്റവും പ്രധാനമായി ജുലാന മണ്ഡലം, ലദ്വ, കർണാൽ, ഇങ്ങനെയുള്ള ചില മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്, പോളിംഗാണ് ഇതിനോടകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയൊക്കെ തന്നെ നിർണായകമാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിലായി നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോഴും വോട്ട് രേഖപ്പെടുത്തി ആളുകൾ മടങ്ങുകയാണ്. 6 മണിക്ക്, കൃത്യം 6 മണിയോടുകൂടി പോളിംഗ് അവസാനിക്കും. റീജിത്ത്. ശരി, ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു വിനീത VG. ഹരിയാനയിലെ വോട്ടെടുപ്പ് അവസാന ഘട്ടത്തിലാണ്, അവസാന മണിക്കൂറുകളിലാണ്. ഇനി അരമണിക്കൂർ മാത്രമാണ് വോട്ടെടുപ്പ് പൂർത്തിയാവാനുള്ളത്. അതിനുശേഷം ഹരിയാനയിലെ വോട്ടെടുപ്പ് കൂടി പൂർത്തിയാവുന്നതോടുകൂടി ജമ്മുകാശ്മീരിലെയും ഹരിയാനയിലെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തായിരിക്കും എന്നുള്ള കാര്യം ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ്. തൃശൂരിൽ ബൈക്ക് യാത്രക്കാരന്റെ ദേഹത്ത് ചെളിതെറിപ്പിച്ച ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ കരുവന്നൂരിൽ വെച്ചാണ് അബ്ദുൽ ജബ്ബാർ എന്നയാളുടെ ദേഹത്ത് ചെളിതെറിപ്പിച്ചത്. MS മേനോൻ എന്ന സ്വകാര്യ ബസ്സാണ് ചെളിതെറിപ്പിച്ച് കടന്നുപോയത്. വിവരങ്ങളുമായി സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് വിവരങ്ങൾ? സൂരജ്. ഇന്ന് രാവിലെയാണ് ഈ കരുവന്നൂർ രാജ ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് ഈ സംഭവം നടക്കുന്നത്. ഈ വെള്ളാങ്കല്ലൂർ സ്വദേശിയായിട്ടുള്ള അബ്ദുൽ ജബ്ബാർ ഒരു യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്നതിനിടയിൽ, സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഈ സ്വകാര്യ ബസ് പുറകെ വരികയും പിന്നീട് കുഴിയിൽ ചാടി ഈ ചെളി തെറിപ്പിക്കുന്നത്. ഈ സമയം അബ്ദുൽ ജബ്ബാറിനെ സംബന്ധിച്ച് വെള്ള വസ്ത്രമായിരുന്നു ധരിച്ചത്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളടക്കം നമ്മളിപ്പോൾ കാണിക്കുന്നുമുണ്ട്. ആ വസ്ത്രമാകെ ഈ ചെളിയിൽ കുതിരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടുകൂടിയാണ് ഈ അബ്ദുൽ ജബ്ബാർ ഈ സ്വകാര്യ ബസ് വഴിയിൽ തടഞ്ഞിടുന്നത്. MS മേനോൻ എന്ന ബസ്സായിരുന്നു ഈ ചെളി തെറിപ്പിച്ചത്. ഈ ബസ് തടഞ്ഞിട്ട ശേഷം
എന്താണ് ഈ കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ ബസ് ജീവനക്കാർ പറഞ്ഞത് ഇത് റോഡിലെ കുഴി മൂലമുണ്ടായതാണ്, അതിൽ തങ്ങളുടെ തെറ്റല്ല എന്നുള്ളതാണ് ഈ ബസ് ജീവനക്കാർ പറഞ്ഞത്. പക്ഷേ യാത്രക്കാരടക്കം ഈ ബസ് ജീവനക്കാർക്കെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അമിത വേഗത്തിലായിരുന്നു ഈ ബസ്, അതുകൊണ്ടാണ് ഈ കുഴിയിൽ ചാടി ചെളി തെറിച്ചത് എന്നുള്ളതായിരുന്നു ഈ യാത്രക്കാരടക്കം പറഞ്ഞത്. ഇതോടുകൂടി ഈ ബസ് റോഡിൽ തടഞ്ഞിട്ടു. യാത്രക്കാരും ഈ ബൈക്ക് യാത്രികനും ചേർന്ന് ഈ ബസ് തടഞ്ഞിട്ടു. പിന്നീട് ഈ നഷ്ടപരിഹാരം വേണം തനിക്ക് എന്ന് അബ്ദുൾ ജബ്ബാർ ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ ഇതിന് ബസ് ജീവനക്കാർ വഴങ്ങാതെ വന്നതോടെ പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് പിന്നീട് ബസ് കസ്റ്റഡിയിലെടുക്കുകയുമാണ് ചെയ്തത്. ടി കെ. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും. ശബരിമലയിൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രം. പ്രതിദിനം പരമാവധി 80,000 പേർക്ക് ദർശന സൗകര്യമൊരുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. നിലയ്ക്കലിലും എരുമേലിയിലും കൂടുതൽ പാർക്കിംഗ് സൗകര്യമൊരുക്കാനും തീരുമാനമായിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുകയാണ്. ഷഫീദ്, ഈ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്തൊക്കെ ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്? ഒരുക്കാൻ പോകുന്ന ക്രമീകരണങ്ങൾ, അവലോകന യോഗത്തിലുണ്ടായ തീരുമാനങ്ങൾ, വിശദാംശങ്ങൾ എങ്ങനെ ഷഫീദ് റാവുത്തർ? രജിത്ത്, കഴിഞ്ഞ തവണ അയ്യപ്പ ദർശനത്തിന് ഓൺലൈൻ ബുക്കിങ്ങിന് പുറമെ സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ക്രമീകരിച്ചിരുന്നാൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രം മതി എന്നുള്ള തീരുമാനത്തിലേക്ക് അവലോകന യോഗം എത്തിച്ചേരുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവ മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗം നടന്നത്. ഒരു ദിവസം, പരമാവധി ഒരു ദിവസം 80,000 പേർക്ക് ദർശന സൗകര്യമൊരുക്കാനുള്ള ക്രമീകരണങ്ങൾ അത് ഉറപ്പാക്കുമെന്ന യോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് സമയത്ത് തന്നെ യാത്രാ വഴി തിരഞ്ഞെടുക്കാനുള്ള അവസരം അതുണ്ടാകും. അതുവഴി തീർത്ഥാടകർക്ക് തിരക്ക് കുറഞ്ഞ യാത്രാ വഴി തിരഞ്ഞെടുക്കാനാകും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ വിലയിരുത്തുന്ന കാര്യം. മാത്രമല്ല, കാനനപാതയിൽ ഭക്തർക്ക് ആവശ്യമായ സൗകര്യമൊരുക്കും. തിരക്കുള്ള സമയങ്ങളിൽ വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ടി വന്നാൽ അതിനുള്ള കേന്ദ്രങ്ങൾ കണ്ടെത്തി ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്നും യോഗത്തിൽ തീരുമാനിച്ചു. നിലയ്ക്കലിലും എരുമേലിയിലും കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ കാര്യമായിട്ടുള്ള വിമർശനം പാർക്കിംഗുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ടി വന്നിരുന്നു. ശബരിമലയിലേക്കുള്ള റോഡുകളുടെയും പാർക്കിംഗ് ഗ്രൗണ്ടുകളുടെയും അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കും. മാത്രവുമല്ല, ശബരി ഗസ്റ്റ് ഹൗസ് അറ്റകുറ്റപ്പണി ഈ മാസം 31-നകം പൂർത്തിയാക്കാനും നിലവിൽ ഇപ്പോൾ ഈ അവലോകന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. യോഗത്തിൽ മുഖ്യമന്ത്രിയെ കൂടാതെ ദേവസ്വം മന്ത്രി VN വാസവൻ, ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഷഫീദ്, ഇങ്ങനെ ഒരു നിയന്ത്രണം, ഈ ഓൺലൈൻ ബുക്കിംഗ് മാത്രം എന്നുള്ളൊരു നിയന്ത്രണം, അത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കും എന്നുള്ള തരത്തിലുള്ള സാധ്യതകളോ വിലയിരുത്തലുകളോ ഉണ്ടായിരുന്നോ? ഈ ക്രമീകരണങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ നേരത്തെ തന്നെ ഉയർന്നു വന്ന ചില പരാതികളുണ്ട്, അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവേണ്ടതുമുണ്ട്. ആ തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായോ ഷഫീദ്? ആ രീതിയിലുള്ള ചർച്ചകളും ഉണ്ടായി. അതായത് ഈ ഓൺലൈൻ ബുക്കിംഗ് മാത്രമാക്കുമ്പോൾ സ്വാഭാവികമായും മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കം വരുന്ന ഭക്തർക്ക് അത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ളൊരു ചർച്ച ഉയർന്നു. പക്ഷേ വളരെ മുൻകൂട്ടി തന്നെ ഇക്കാര്യം അറിയിച്ചുകൊണ്ട് ആ പ്രതിസന്ധി ഒഴിവാക്കാൻ കഴിയും എന്നുള്ള കാര്യം യോഗത്തിൽ വിലയിരുത്തി. അതേസമയം ഈ ഓൺലൈൻ ബുക്കിംഗ് മാത്രമാകുമ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്യാതെ വരുന്ന ആളുകൾ അവിടെ വന്ന് കുടുങ്ങില്ല എന്ന ചോദ്യമടക്കമുള്ള കാര്യങ്ങൾ ആ യോഗത്തിൽ ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പരമാവധി പ്രചാരണം ആ വിഷയത്തിന് കൊടുത്തുകൊണ്ട് ഓൺലൈൻ ബുക്കിംഗ് പരമാവധി ഉപയോഗപ്പെടുത്താൻ ഇനി മുതൽ ശ്രമിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. രണ്ടാമത് റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിമർശനം കേൾക്കുന്ന അവസ്ഥയാണ്. അത് പാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് കഴിഞ്ഞ തവണ കേട്ടു. മാത്രമല്ല, പോലീസിന്റെ ഇടപെടലടക്കം രാഷ്ട്രീയമായി ചില തരത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. എന്നാൽ ഇത്തവണ നിലയ്ക്കലിലും എരുമേലിലും അടക്കം കൂടുതൽ പാർക്കിംഗ് ക്രമീകരിക്കുകയും അടിയന്തര സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റ് സ്ഥലങ്ങൾ കൂടി കണ്ടെത്തിക്കൊണ്ട് പാർക്കിംഗ് സൗകര്യം ഒരുക്കാനുള്ളൊരു തീരുമാനം കൂടി ഇന്നത്തെ അവലോകന യോഗത്തിൽ എടുത്തിട്ടുണ്ട്. റിജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ശബരിമലയിൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രമാണ്. കൂടുതൽ ക്രമീകരണങ്ങൾ, ഭക്തർക്ക് സുഗമമായ ദർശനത്തിന് വേണ്ടിയുള്ള കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള തീരുമാനവും അവലോകന യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഓൺലൈൻ ബുക്കിംഗ് മാത്രമാകുമ്പോൾ ഉയർന്നു വരാൻ സാധ്യതയുള്ള പരാതികളൊക്കെ സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങൾ കൃത്യമായി ഏർപ്പെടുത്തും എന്നാണ് സർക്കാർ അറിയിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.